നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ ഞങ്ങളെ കർത്താവേ, നിൻ്റെ പരിശുദ്ധമായ നാമകേതുവായി കൂട്ടി വരുത്തിയ നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി നീ ഉപവിഷ്ടനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകളുമേൽ, ഞങ്ങളുടെ കുറവുകളിന്മേൽ നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് കർത്താവെ നിന്നെ അനുഭവിച്ചറിവ ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും അവരുടെ സ്വന്തം പ്രാണിൽ വെളിപ്പെടുവാൻ തക്ക വേണം. കർത്താവ് നിൻ്റെ വചനത്തെ ഉറപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ കേൾക്കുന്നവർക്കും കർത്താവെ ഇതിൻ്റെ ആഴം മനസ്സിലാക്കി അവരുടെ സോളിൽ നിന്ന് വെളിപ്പെട്ട് ലഭിക്കുവാൻ തക്ക വേണം. കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനത്തെ ഉറപ്പിച്ചാകട്ടെ. ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെ, പരിസരങ്ങളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിൻ്റെ പ്രായശ്ചിത്ത രക്തത്താൽ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വം ക്രൂശിനെ കരറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില നാളുകളായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് വിവിധ ഉപദേഷ്ടങ്ങൾ ക്രിസ്ത്യണ്ടത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ആയിരക്കണക്കിന് വിപരീതമായിട്ടുള്ള ഉപദേഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് റോമാലേഖനത്തെ ആസ്പദമാക്കി യഥാർത്ഥ ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇത് 35ാമത്തെ ഡേ ആണ്. 35ാമത്തെ ദിവസമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇതിൻ്റെ ആരംഭ ക്ലാസ്സുകളിലൊക്കെയും തന്നെ എന്താണ് റോമാലേഖനം കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് പോൾ യഥാർത്ഥ ഉപദേശം സ്ഥാപിക്കുന്നത്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. പാപം എന്നത് എന്താണെന്ന് ആദാമിൻ്റെ സന്തതിയായി സ്തോത്രം അനുസരണക്കേടിനാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയാണ് ചെയ്തത് ഏദൻ തോട്ടത്തിൽ വെച്ച്. അന്ന് ഇതെല്ലാവരും മനസ്സിലാക്കണം, അന്ന് നാം എല്ലാവരും തന്നെ ആദാമിലുണ്ടായിരുന്നു. സ്തോത്രം. മൽക്കിസേദെക്കിനെ എതിരേൽക്കുന്ന സമയത്ത് അബ്രാഹാം ദശാംശം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു വരുമ്പോൾ ലേവി ദശാംശം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അബ്രാഹാമിൻ്റെ കടിപ്രദേശത്ത് ലേവി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിൽ നിന്ന് തന്നെയാണ്. അത് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഹെഡായിട്ടാണ് ആദാം നിൽക്കുന്നത്. അപ്പോൾ ആദാമിന് ലഭിക്കുന്നതായ ശിക്ഷ അത് അവൻ്റെ ജനറേഷൻസ് ആയിരിക്കും, അവൻ്റെ പിന്തുടർച്ചകളായി നമുക്ക് എല്ലാവരിലും വ്യാപരിക്കുന്നുണ്ട്. അതാണ് പാപം. അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് പല പല രീതിയിൽ നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മാനിഫെസ്റ്റേഷനെ നീക്കുന്ന വിധത്തിലുള്ള ഉപദേശം സ്ഥാപിച്ചുകൊണ്ടൊരു കാര്യമില്ല. അത് മൊറാലിറ്റി എന്ന് പറയും. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ബുഷുകളൊക്കെ പ്രൂൺ ചെയ്യല്ലോ. അതിനൊക്കെ പ്രൂൺ ചെയ്ത് എന്തുകൊണ്ട് 2-3 ശാഖകൾ പുതിയതായിട്ട് വരുന്നേ ഉള്ളൂ. അതല്ലാതെ അതിൻ്റെ താഴ്വേരായിരിക്കുന്ന പാപത്തെ കളയണം. ആ പാപത്തെ ക്ഷമിക്കുന്നില്ല. ഞാൻ പല ക്ലാസ്സുകളും പറയാറുണ്ടത്, നിങ്ങൾക്ക് മിക്കവാർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവം പാപത്തെ ക്ഷമിക്കുകയില്ല ചെയ്യുന്നത്, പാപത്തിന് ശിക്ഷ വിധിക്കുകയാണ് ചെയ്തത്. അതാണ് 2 കൊറിന്ത്യൻസ് 5:21 പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കി, ക്രിസ്തുവിനെ പാപിയല്ല പാപമാക്കി, ആ പാപത്തിന് ശിക്ഷ വിധിച്ചു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിന് കഴിഞ്ഞ് അതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന് സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു, പാപത്തിന് അവൻ്റെ ശരീരത്തിന്മേൽ ശിക്ഷ വിധിച്ചു. ശരീരത്തിന്മേൽ മാത്രമല്ല പ്രാണന്മേലും ആത്മാവിന് ശിക്ഷ വിധിച്ചു. അങ്ങനെ നമ്മുടെ മേലുണ്ടായിരുന്ന പാപത്തിന് അവൻ പകരക്കാരനായി തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ഭരണകൂടം നമുക്കത് പാപക്ഷമയായിട്ട് കണക്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിൽ മറയ്ക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയിരിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷനിൽ അനേക തെറ്റുകൾ പറ്റിയിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നാൽ ആദാമിൽ പകർന്ന ഒരു ദൈവ ആത്മാവിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ആത്മാവിനെ അല്ല ഇന്ന് നമ്മളിൽ പകരുന്നത്. ഇത് പലരും അംഗീകരിക്കുന്നില്ല. ആദാമിൻ്റെ പാപത്തിൻ്റെ കോൺസിക്വൻസസ്, ശിക്ഷകൾ നമ്മളിലേക്ക് ജനറേഷൻസ് വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിൽ എല്ലാവരിലും ഒരു നല്ല മനുഷ്യാത്മാവിനെയാണ് നമുക്ക് ദൈവം തരുന്നത്.
എന്നാൽ ഈ ലോകത്തിലെ ടെംപ്റ്റേഷൻസ് നമ്മിൽ തന്നെ പാപത്തിൻ്റെതായിട്ടുള്ള വേരുകൾ ഉള്ളതുകൊണ്ട് ആ ടെംപ്റ്റേഷൻ നമ്മൾ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആരും പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകളിലേക്ക് പോയിട്ട് ഇതിനെക്കുറിച്ചുള്ള ബേസിക് ഡോക്ട്രിൻ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ തുടർന്ന് വന്ന് എല്ലാവരും ദൈവത്തെ നഷ്ടപ്പെട്ടവരായി തീർന്നു. എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വാസത്താൽ എങ്ങനെയാണ് സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത് എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24 തുടങ്ങിയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. 25-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആര് വിശ്വസിക്കുന്നുവോ അവന് സൗജന്യമായ നീതീകരണം. എന്നാൽ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഏക മനുഷ്യന്റെ അനുസരണക്കേടാൻ അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാനായി തീരും. ഇത് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറഞ്ഞ റോങ് തിയറിക്ക് എടുക്കുന്ന കാര്യമാണ്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിൽ അവന്റെ സന്തതികൾ മുഴുവനും അനുസരണക്കേണ്ട മക്കളായി ശിക്ഷാർഹരായി തീർന്നു. എന്നാൽ ഏകന്റെ അനുസരണത്താൽ എന്ന് പറഞ്ഞ ഒരുവന് സബ്സ്റ്റിറ്റ്യൂട്ടായി. ഇത് റോങ് തിയറിയാണ്. അങ്ങനെയാണ് ഇവരുടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. വിത്തൗട്ട് എനിത്തിങ് ദൈവം ഏകന്റെ അനുസരണത്താൽ എല്ലാവരെയും സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു. ഇതാണ് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റോങ് തിയറി. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം തെറ്റായ ഉപദേശങ്ങൾ ആയിരക്കണക്കിനുണ്ട്. ഇതിന് പുറകെ പോയി നമുക്ക് സമയം കിട്ടില്ല, ആയുസ് മുഴുവൻ പഠിപ്പിച്ചാൽ തീരില്ല. എന്നാൽ ബേസിക് കാര്യങ്ങൾ വന്നിരിക്കുന്ന തെറ്റുകൾ, കൺഫ്യൂഷൻസ് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുക. തൻ്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്നവൻ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. തൻ്റെ ഏകജാത പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാത്തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ വിശ്വസിക്കുക എന്ന കാര്യമാണ്. എന്നാൽ വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നതും ഒരു റോങ് തിയറിയാണ്. വിശ്വാസം മാത്രമല്ല, ഞാൻ പല ക്ലാസ്സുകൾ പറയാറുണ്ട്, 5 കണ്ടീഷൻസ്. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് അറ്റോൺമെന്റ്. അറ്റോൺമെന്റ് പിതാപുത്ര പരിശുദ്ധാത്മാവിടെ ട്രിനിറ്റിയിൽ നിന്നും വരുന്നതാണ്. സ്തോത്രം. ആ സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതാണ് അറ്റോൺമെന്റ്, പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അതിൽ മനുഷ്യൻ ഒരു പാർട്ടിയല്ല, മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേണ്ട വ്യക്തിയാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ഒരു കവനന്റ് ആണ് ദ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഈ ബേസിക് ഡോക്ട്രിൻ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ, ആദാമിന്റെ സന്തതിയായ ഒരു മനുഷ്യൻ വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ദൈവമായിട്ട് റീകൺസൈൽ ആകണമെങ്കിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ അറ്റോൺമെന്റ്, അതായത് പാപം ചെയ്ത മനുഷ്യന് ശിക്ഷ കൊടുക്കണം. ദൈവനീതി അംഗീകരിക്കുന്ന വിധത്തിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ട് ശിക്ഷ നടക്കണം. അതിന്റെ തീരം പഠിക്കണമെങ്കിൽ കുറച്ചധികമുണ്ട്. അതാണ് കാൽവരി ക്രൂശിൽ നടന്നത്. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ആമേൻ 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അതിനുശേഷം സ്നാനപ്പെടുന്ന സമയത്ത് പറയുന്നത്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്കുചിതം. സ്തോത്രം. ഇതൊക്കെ ഉപദേശത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. അപ്പോൾ ആദാമിൽ കടന്നു വന്നതായിട്ടുള്ള പാപം, റോമാലേഖനം 5:12, ആ പാപത്തിന് പരിഹാരമായി ശിക്ഷ കൊടുത്തു. അത് ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം ശിക്ഷിച്ചു. തന്റെ പുത്രന്റെ മേൽ ശിക്ഷ നടത്തി, അവന്റെ പ്രാണന്റെ ആത്മാവിന്മേൽ ശിക്ഷ നടത്തിക്കൊണ്ട് ആമേ സ്തോത്രം മനുഷ്യന് പകരക്കാരനായി തീർന്നു. ഈ വിശ്വസിക്കുന്ന വ്യക്തിക്ക് പകരക്കാരനായി തീർന്നു. എല്ലാവർക്കും വേണ്ടി ഓപ്പണായിട്ട് നിർത്തിയിരിക്കുന്നു. പക്ഷെ ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് കിട്ടില്ല ചെയ്യുന്നത് വിശ്വാസം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ അറ്റോൺമെന്റ്. അത് പിതാവും പുത്രനും തമ്മിൽ ഉള്ള കവനന്റ് ആണ്. അത് നിവർത്തിച്ചുകൊണ്ട് അവനെ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അറ്റോൺമെന്റ് ഇസ് സാറ്റിസ്ഫൈഡ്. ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തിയായി, അല്ലെങ്കിൽ അവന് ഉയർത്തെഴുന്നേൽക്കില്ലായിരുന്നു. ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ അറ്റോൺമെന്റ് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി എന്നിട്ട് പറയുന്നത് അടുത്ത കണ്ടീഷനാണ് റിപ്പൻഡൻസ്. റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ. അതുവരേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ വില്ലിന്റെ, ഫ്രീ വില്ലിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിന്റെ ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ സെൽഫിന്റെ, അതായത് നമ്മുടെ സ്വയത്തിന്റെ ഇച്ഛാപൂർത്തീകരണം, മലയാളത്തിൽ പറഞ്ഞാൽ അതാണ്.
ഏതൊരു മനുഷ്യനായാലും എത്ര വിശുദ്ധരെന്ന് പറഞ്ഞാലും ക്രിസ്തുവിനെ കൂടാതിരിക്കുന്നവൻ ഏതെല്ലാം വിധത്തിൽ പറഞ്ഞാലും അവനിൽ പാപത്തിന്റെ വേരുണ്ട്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പാപത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് പാപപ്രവർത്തികൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ മതത്തിലുള്ള വിശ്വാസമായിരിക്കും, ഈ പെന്തിക്കോസ്ത് കോളത്തിൽ തന്നെ ഡിനോമിനേഷനുള്ള വിശ്വാസമായിരിക്കും. ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ മാറിയിട്ട് എന്തൊരു ആശ്രയമുണ്ടോ അതെല്ലാം തന്നെ പാപമാണ്. കാരണം നിന്റെ ഉള്ളിൽ പാപം വസിക്കുകയാണ്. അറ്റോൺമെന്റ് നടന്ന് നീ അതിന് പകരക്കാരായിരിക്കുന്ന ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തോളം ആ പാപത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നുണ്ട്. സ്തോത്രം. അപ്പൊ അതിൽ നിന്നുള്ള ആ വില്ലിന്റെ, നമ്മുടെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ചേഞ്ച്, അൾട്ടിമേറ്റ് ലക്ഷ്യം, ആ ഇന്റൻഷനിൽ വരുന്ന മാറ്റമാണ്. ഇതുവരെയും നമ്മുടെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു. എന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ഹിതം ചെയ്യുവാനുള്ള തീരുമാനം. അതൊരു ഇമോഷനിൽ ഡെവലപ്പ് ആകുന്നതല്ല, ബുദ്ധി കൊണ്ട് വചനം പഠിച്ച് ഡെവലപ്പ് ആകുന്നതല്ല. നമ്മുടെ സോളില് ആമയായിരിക്കും നമ്മുടെ ഫ്രീ വില്ലിന്റെ തീരുമാനമാണ്. എന്തു വില കൊടുത്താലും. ഇതാണ് ക്രൂശ് നിവർത്തിച്ചത്. ഗെത്സമനെ തോട്ടത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രമെങ്കിൽ മാറ്റിടുമെങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ഉത്തരം ലഭിച്ചില്ല. അപ്പോൾ ആ നമ്മുടെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷനിൽ വരുന്ന ചേഞ്ച് ആണ് മാനസാന്തരം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഉപരിവെപ്പുള്ള പ്രസംഗം കേട്ടു, അല്ലെങ്കിൽ ഭൗതികമായ, അതിന് പറയാൻ പോലും നാണക്കേട്, ഭൗതികമായ അനുഗ്രഹങ്ങൾക്കുണ്ടാകുന്ന ഒരു ഹൃദയത്തിന്റെ ചേഞ്ച്, ഇതൊന്നും തന്നെ മാനസാന്തരമല്ല. നിങ്ങൾക്ക് ഇതുവരെ ജീവിച്ചിരുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ വരാത്തതിനെ കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കാത്തതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ റിപ്പന്റൻസ് എന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അൾട്ടിമേറ്റ് ഇന്റൻഷനിൽ ഉണ്ടാകേണ്ട ചേഞ്ച്, ഫ്രീ വില്ലിൽ ഉണ്ടാകേണ്ട ചേഞ്ച്, അത് ബുദ്ധി കൊണ്ടുള്ള പരിപാടിയല്ല, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ടാകുന്ന പരിപാടിയല്ല. ബട്ട് ദ ചേഞ്ചസ് ഇൻ ദ ഫ്രീ വിൽ. ആ ഫ്രീ വില്ലില് ദൈവത്തിന് അടിമയാക്കി സമർപ്പിക്കുക. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, പാപത്തിന്റെ ദാസന്മാരായിരുന്നു, നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന്റെ ദാസന്മാരെ സമർപ്പിച്ചതുപോലെ നീതിക്ക് ദാസന്മാരെ സമർപ്പിക്കുവിൻ. ഫസ്റ്റ് അറ്റോൺമെന്റ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഫസ്റ്റിൽ നമുക്കൊന്നുമില്ല പ്രവൃത്തി, അത് പിതാവിനെയും പുത്രനെയും നമ്മളെ കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അവനെ ഉയർത്തെന്തിപ്പിച്ചുകൊണ്ട് പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. സെക്കൻഡ് കണ്ടീഷനാണ് റിപ്പന്റൻസ്, ദ ചേഞ്ച് ഇൻ ദ അൾട്ടിമേറ്റ് ഇന്റൻഷൻ. 3-ാമത്തെ കണ്ടീഷനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. മിക്കവാറും പേര് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഫെയ്ത്ത് ഓൺലി, ഫെയ്ത്ത് ഓൺലി, ഫെയ്ത്ത് ഓൺലി. അതിന്റെ കണ്ടിട്ട് ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെയ്ത്ത് ഓൺലി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടാത്മ സേനകളും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നോ വിറക്കി വെച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആശ്രയം, റിലൈ ഓൺ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവില്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫില് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രമല്ല. അതൊക്കെ തലയിൽ ആശ്രയിക്കുന്നവർക്ക് സൗജന്യമായതായിട്ട് പിതാവ് കൊടുക്കുന്നതാണ്. അവനെ പോലെ ആയിത്തീരുവാൻ, നിന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ക്രിസ്തുവിലുള്ള ആശ്രയം. ടെംപ്ടേഷൻസ് വരുമ്പോഴാകട്ടെ, ഏതൊരു കാര്യത്തിലുള്ള ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിൽ പൂർണ്ണമായ ആശ്രയം. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇത് ശരിയാണോ, നിങ്ങളുടെ വിശ്വാസം ശരിയാണോ ഇല്ലയോ എന്ന് ഓരോരുത്തരും ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ ചേഞ്ച് ഇറ്റ്. ഒരു പാസ്റ്ററിനും ഒരു ഡിനോമിനേഷനും മുഖം നോക്കണ്ട. ഒരു ഫിസിക്കൽ ചർച്ചിനെ അല്ല കർത്താവ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ സോളിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിലാണ് ദൈവരാജ്യം. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. റോമലേഖനം 14-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, എന്താ പറയുക, മെറ്റീരിയൽ കാര്യങ്ങളല്ല. അത് നമ്മൾ ആഴത്തിൽ പഠിക്കും. അത് സ്തോത്രം. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ അറ്റോൺമെന്റ്, സെക്കൻഡ് കണ്ടീഷൻ ചേഞ്ച് ഇൻ ദ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഓഫ് ദ വിൽ, അതാണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. തേർഡ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ദ ഫോർത്ത് ഞാൻ പറയുന്ന പേരാണ് സാങ്ക്ടിഫിക്കേഷൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക. നമ്മുടെ സോള് നമ്മെ പാപം, നമ്മൾ ഇന്ന് ക്രിസ്തുവിൽ നമുക്ക് പാപം ക്ഷമിച്ച് കിട്ടി, മറച്ചു കിട്ടി, എങ്കിലും നമ്മളിൽ ഫ്ലഷ് ഉണ്ട്. ഇത് പലരും അംഗീകരിക്കുന്നില്ല. ഫ്ലഷ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തതായിട്ടുണ്ട് നമ്മുടെ ഹ്യൂമാനിറ്റിയെ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമാനിറ്റിയെ പറയുന്ന പേരാണ് ഫ്ലഷ്. The human nature without the Holy Spirit, that is called the flesh. ഇത് എല്ലാ മനുഷ്യരിലുണ്ട്. എത്ര സെൻട്രൽ പാസ്റ്റ് ആയാലും ഉണ്ട്, എത്ര പ്രവാചകനായാലും ഉണ്ട്, എത്ര ഭക്തനായിരുന്നാലും അവൻ്റെ അവസാന നിമിഷം വരേക്കും ഉണ്ടത്.
ഇതിനെ ഓവർകം ചെയ്യാനാണ് നമുക്ക് ഹോളി സ്പിരിറ്റ് തന്നിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ചെയ്യുന്നത് നമ്മളിലുള്ളതായിട്ടുള്ള കുറവുകളെ, ഫ്ലഷിൻ്റെതായ സ്വഭാവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ അതിന് ജയിക്കത്തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ക്രൂസിഫൈ ദ ഫ്ലഷ് ആൻഡ് റിസീവ് ക്രൈസ്റ്റ്. ഇതാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്ന അർത്ഥം. സുവിശേഷം കൈക്കൊള്ളുക മാത്രമല്ല, സുവിശേഷം കൈക്കൊണ്ടു, ഒരു ഉപദേശം കൈക്കൊണ്ടു, അതിൽ കൂടെ ക്രിസ്തുവിനെ കൈക്കൊള്ളണം. ഇതെല്ലാം ഞാൻ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ദെൻ ഫിഫ്ത്ത് വൺ ആണ് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ. ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ സ്റ്റാർട്ടായി. എന്നാൽ ഇടയ്ക്ക് വെച്ച് സ്ലിപ്പായി കഴിഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ നിലനിൽക്കയില്ല. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാത്തോടത്തോളം ജസ്റ്റിഫിക്കേഷൻ നിലനിൽക്കയില്ല. ഇതെല്ലാം പാരലലായിട്ട് പോകേണ്ടതാണ്. പെർസീവറൻസ് എന്ന് പറയുന്നത് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ നടക്കുമ്പോഴാണ്, അതായത് ദൈവം പറയണം ഈ പെർട്ടിക്കുലർ വ്യക്തി എൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനെന്ന്. അപ്പോഴാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഒരു പഴഞ്ചൊല്ല് പോലെയായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചു. ഇതെല്ലാം വെറും പഴഞ്ചൊല്ലുകളായി തീരുക. അപ്പം ഈ 5 കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത്. ഇതാണ് നാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാം മുന്നോട്ട് പോയി അപ്പോൾ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തെ സൗജന്യമായി നീതീകരണമായി നടക്കുന്നത്. ആ സൗജന്യമായ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ സാമൂഹിക തലത്തിലും ചർച്ചിനകത്തും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്തും ഉള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, പെരുമാറ്റ രീതികൾ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4-5 ക്ലാസ്സുകളായിട്ട് ചർച്ചിനകത്ത് റോമാലേഖനം 12-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചർച്ചിനകത്ത് എങ്ങനെയായിരിക്കണം എന്ന കാര്യമാണ് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർപ്പിച്ച്, കാരണം നിത്യമായ ശിക്ഷയ്ക്ക്, നിത്യമായ നരകത്തിന് യോഗ്യരായിരുന്ന നമുക്ക് പകരമായി സ്വന്തം പുത്രൻ നൽകി നമ്മുടെ മേലുണ്ടായിരുന്ന ശിക്ഷയെ അവർ ശരീരം, പ്രാണനും ആത്മാവിനും കൊടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരായി നിർത്തി അവർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെന്നിപ്പിച്ചുകൊണ്ട് നമുക്ക് സാക്ഷി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ ടു എവരിബഡി. നിന്റെ സ്വഭാവം, നീ നിന്നെ തന്നെ ആശ്രയിച്ചാൽ നീ പോകുന്നത് നിത്യ നരകത്തിലേക്കാണ്. യു ക്യാൻ നോട്ട് ഓവർകം ദ സിൻ വിത്തൗട്ട് ക്രൈസ്റ്റ്. അപ്പം നിങ്ങൾ പറയും, അനേക നല്ല നബിമാരോ അല്ലെങ്കിൽ അവരൊക്കെ നല്ല പുണ്യവർത്താനങ്ങൾ പറയുന്നവരൊക്കെ ഉണ്ട്. അവരെ അകത്തോട്ടൊന്ന് ശോധന ചെയ്ത് നോക്കണം, ആത്മാവിനൊന്ന് വിവേചിച്ച് നോക്കണം, എത്രമാത്രം മ്ലേച്ഛതയിലാണ് അവരെന്നുള്ളത്. അതിപ്പോൾ സബ്ജക്റ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ ഒരു നന്മയുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അത്തരം അവസ്ഥയിലായിരുന്നു നമ്മളുടെ മേല് ദൈവം കാണിച്ച കരുണയെ ഓർത്തുകൊണ്ട്, തൻ്റെ പുത്രനെ നൽകിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് പറയാണ്, ദൈവത്തിൻ്റെ മനസ്സൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ എൻ്റെ ശരീരമായി എനിക്ക് ഇഷ്ടം പോലെ ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞാൽ, യെസ് യു ക്യാൻ അതിന് തക്കതായ ശിക്ഷയും സ്വീകരിക്കാം. പിന്നെ ദൈവത്തെയോ മറ്റുള്ളവരെയോ പാസ്റ്റർമാരെയോ അപ്പനെയോ അമ്മയോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഇറ്റ്സ് അപ് ടു യു. യു ഹാവ് എ ഫ്രീ വിൽ. ദൈവരാജ്യം മോറൽ ലോയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇൻഫ്ലുവൻസ് തരാനല്ലാതെ ഫിസിക്കൽ ആക്ഷൻ മോറൽ ലോയിലില്ല. ഫിസിക്കലായിട്ട് നമുക്ക് ആരെയും നിർബന്ധിച്ച് മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടൊന്നും ദൈവം അത് അംഗീകരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇമോഷനിൽ ഉണ്ടാകുന്ന കാര്യമല്ല റിപ്പൻറ്റൻസ്. ചേഞ്ച് ഇൻ ദ ഫ്രീ വിൽ, അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഓഫ് ദ ഫ്രീ വിൽ. അത് ഓരോരുത്തരും എടുക്കുന്ന തീരുമാനമാണ്. അതാണ് ദൈവം നോക്കുന്നത്. ഹൃദയം നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചായിരുന്നു, ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇശായിയുടെ ഹൃദയത്തിൽ കടന്നു പോകുമ്പോൾ, ഒന്നാമത്തെ എലീശാവിനെ കൊണ്ട് നിർത്തുമ്പോൾ ശമൂവേൽ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ രാജാവായിട്ട് വരുന്നതിനായിട്ടുള്ളവൻ. അപ്പൊ ദൈവം പറയാണ്, ശമൂവേലെ, മനുഷ്യൻ കണ്ണുകൊണ്ട് പുറമേയുള്ളത് നോക്കുന്നു, ഞാൻ ഹൃദയങ്ങളെ നോക്കുന്നു. എല്ലാവരും അവഗണിക്കപ്പെട്ടവനായിരുന്ന ദാവീദ് വനത്തിൽ ആടുകളെ മേയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈവം തിരഞ്ഞെടുത്ത അവനെയാണ്. നമ്മുടെ സബ്ജക്റ്റ് അങ്ങോട്ടല്ല, ഞാൻ പറഞ്ഞു വരുന്നത് മാത്രം. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ദൈവം നോക്കുന്നത്. ദാറ്റ് ഈസ് ഈ 5 കണ്ടീഷനിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് അത്. മാനസാന്തരം,
ഇത് നടന്നാൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പ്, നമ്മുടെ ഫെയ്ത്ത് ശരിയാവുള്ളൂ, നമ്മുടെ വിശ്വാസം ശരിയാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ വർക്ക് നടക്കുകയുള്ളൂ. ഹോളി സ്പിരിറ്റ് എത്ര പ്രഷർ തന്നാലും നമ്മുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ദൈവഗീതം ചെയ്യണമെന്നുള്ളതല്ലാതെ നമ്മുടെ ജഡത്തിന് ഏതെങ്കിലും താല്പര്യത്തെ പോഷിപ്പിക്കുന്നതാണെങ്കിൽ നോ വേ. ഇപ്പം ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നു, ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ വചനം കൊണ്ടുവന്ന് ഉറപ്പിച്ച കാര്യം ഒരു കാര്യമില്ല. അത് ഞാൻ എന്നെ സ്ഥാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സ്ഥാപിക്കുകയാണെങ്കിൽ ആമേൻ, അത് ദൈവം കൂടെ നിൽക്കും. ഹല്ലേലൂയ. ഇതെല്ലാം ആഴത്തിലുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെ ശോധന ചെയ്ത് നോക്കുക. എന്നിട്ട് പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ, കാലഗതിക്കനുസരിച്ച് ഒഴുക്കിനിട്ട് ഒഴുകിപ്പോകാതെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കുക. വീണ്ടും പറയാണ്, അൾട്ടിമേറ്റ് ഇൻറ്റൻഷനെ പുതുക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്നാൽ, എന്നിട്ട് അങ്ങനെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ശരീരത്തോട് ഉപമിക്കുകയാണ്, സഭയെ ശരീരത്തോട് ഉപമിക്കുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് ഫിലിപ്പിയരുടെ കൗൺസിലിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറഞ്ഞ വാക്ക് ഇന്ന് കാണുന്ന ഫിസിക്കൽ ചർച്ചകളല്ല. ഓരോ വ്യക്തികളുമായിട്ടുള്ള വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആണ്. ഓരോരുത്തരുടെ ഹൃദയത്തിൽ നടക്കുന്ന പ്രവൃത്തിയാണ്. സ്തോത്രം. അപ്പോൾ ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിന്റെ പ്രവൃത്തി ഒരേപോലെ അല്ല താനും. എന്നാൽ പലരായ നാം ക്രിസ്തുവിൻ ഒരു ശരീരമാണ്. ഓരോ അവയവത്തിന് അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട്. ഒരു അവയവം ആ അവയവത്തിന് വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ അവയവം മറ്റു അവയവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ശരീരത്തെ മൊത്തത്തിൽ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടിയുള്ള ആശയത്തിലാണ് ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയായിരുന്നു, പ്രവചനമെങ്കിലും വിശ്വാസത്തിനൊത്തവണ്ണം. ഇത് 2 ക്ലാസ്സുകൾ നമ്മൾ മുമ്പെടുത്താണ്. കേട്ടിട്ടില്ലാത്തവർക്ക് മുന്നിൽ കേൾക്കാം. സ്തോത്രം. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. സ്തോത്രം. ശുശ്രൂഷയിലെങ്കിൽ ശുശ്രൂഷിക്കുന്നവൻ, ഉപദേശത്തിലെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. ഇംഗ്ലീഷ് വായിക്കുകയാണ്, ഹി ഹൂ ഷോസ് മേഴ്സി വിത്ത് ചീർഫുൾനെസ്. അതിന് നമ്മൾ ഗ്രീക്കിലൊന്ന് പഠിക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് മേഴ്സിഫുൾ വൺ വിത്ത് ഗ്ലീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രേറ്റ് ഡിലൈറ്റ്, എസ്പെഷ്യലി ഡിക്ഷണറി ട്രാൻസ്ലേഷനാണ്, ഇതെൻ്റെ ഐഡിയ അല്ല. ഗ്ലീ എന്നതിൻ്റെ ഡിക്ഷണറി ട്രാൻസ്ലേഷനാണ്. ഗ്രേറ്റ് ഡിലൈറ്റ് എസ്പെഷ്യലി ഫ്രം വൺസ് ഓൺ ഗുഡ് ഫോർച്യൂൺ. ഫോർച്യൂൺ എന്ന വാക്ക് നമുക്ക് ദൈവ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ദൈവം അവനിൽ പകർന്നിരിക്കുന്നത്. ഇല്ലാത്തവന് വീട് വായിക്കുന്നു, ഗ്രേറ്റ് ഡിലൈറ്റ് എസ്പെഷ്യലി ഫ്രം വൺസ് ഓൺ ഗുഡ് ഫോർച്യൂൺ ഓർ അതേഴ്സ് മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവന്. ഫോർ എക്സാമ്പിൾ വിശ്വാസം. നിന്റെ ഹൃദയത്തിൽ വിശ്വാസം എന്ന കൃപ കർത്താവ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് യുവർ മെറിറ്റ്, ഇറ്റ്സ് എ ഗ്രേസ്. ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഗ്രേസിനാൽ നിർത്തിയിരിക്കുന്നു. ആ ശരീരത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി, അതിന്റെ എഡിഫിക്കേഷന് വേണ്ടി ക്രിസ്തു എന്ന ശരീരത്തിനോട് ചേർത്ത് നിർത്തി, ക്രിസ്തു എന്ന തലയോളം വളർത്തുവാൻ വേണ്ടി, ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരുവാൻ വേണ്ടി, പുത്രനോട് അനുരൂപരായി തീരുവാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഓരോ ശുശ്രൂഷകൾ തന്നിരിക്കുന്നത്. പ്രവചനമെങ്കിൽ അങ്ങനെ, വിശ്വാസമാണെങ്കിൽ അങ്ങനെ, ഏതൊരു കാര്യമാണെങ്കിലും നിനക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുവാനല്ല, അത് ഇല്ലാത്തവനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അത് ചെയ്യുമ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മേഴ്സി കാണിക്കുന്നവൻ. ഉദാഹരണം പറഞ്ഞാൽ, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല. നാം വീണ് കിടക്കുന്നവരാ, ശത്രുക്കളായിരിക്കുന്നവരാണ്. ആ ശത്രുക്കളായിരിക്കുന്ന നമ്മളോട്, മെറിറ്റ് ഇല്ലാത്തവരായി നമ്മളോട്, ഗുണമില്ലാത്തവരായി നമ്മളോട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ദൈവം കരുണ കാണിക്കുകയാണ്. കരുണ കാണിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ മേലുള്ള ശിക്ഷയെ തൻ്റെ പുത്രന്റെ മേൽ, തൻ്റെ ഓമനപുത്രന്റെ മേൽ, തന്നോടുകൂടെ സൃഷ്ടിപ്പിൽ പങ്കാളിയായിരുന്ന, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ തൻ്റെ പുത്രനെ മനുഷ്യ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അയച്ചുകൊണ്ട് നമ്മുടെ മേലുള്ള ശിക്ഷ അവൻ്റെ മേലെ കൊടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരായി തീർത്തു, കരുണയെ കാണിച്ചു. ഇതില്ലാതെ കരുണയല്ല. ഞാൻ പല പല പ്രസംഗങ്ങൾ പറയുന്നുണ്ട്, ഇത് കരുണയുടെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തുനിന്ന് 2 പ്രകാശം, ഒന്ന് ബ്ലൂ ലൈറ്റും ഒന്ന് വൈറ്റ് ലൈറ്റും, ചിലയിടത്ത് പിങ്ക് ലൈറ്റും വൈറ്റ് ലൈറ്റും. ഇത് ഗോഷ്ടിന്റെ ആത്മാവാണ്, സേറ്റാന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഇന്ന് ലോകമെമ്പാടും ഏതോ ഒരു സ്ത്രീക്ക് വെളിച്ചപ്പാട് ലഭിച്ചതാണ്. കരുണയുടെ കർത്താവ് നീതിയെ സാറ്റിസ്ഫൈ ചെയ്യാതെ
ദൈവനീതി, ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യുന്നത് റൈഷ്യസ്നെസ്സിലാണ്. ദൈവനീതി നിവർത്തിക്കാതെ മനുഷ്യരോട് കരുണ കാണിക്കുന്ന ദൈവങ്ങൾ ദൈവമല്ല. ശരിക്കും മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപദേശം പ്രസംഗിക്കുന്നില്ല. ദൈവരാജ്യം എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. ദൈവരാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡർ അറിയാത്തടത്തോളം എങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ ജീവിക്കുന്നത്? ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അല്പമെങ്കിലും അറിയാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ ദൈവനീതിക്ക് സാറ്റിസ്ഫൈ ചെയ്യാത്തോടത്തോളം ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചാൽ അവന്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കും. അവൻ പാപം ചെയ്യും. അവൻ സേറ്റാനേക്കാൾ വലിയവരായതുകൊണ്ട് സേറ്റാനേക്കാൾ വലിയ സേത്താനാകും. പറയുമ്പോൾ നിങ്ങളുടെ കഠിനോപദേശമാണെന്ന് പറയും. സിമ്പിൾ. നിങ്ങളുടെ ലോജിക്ക്, നിങ്ങളുടെ റീസണിങ് കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിന് അതാളെ ക്രൂശിൽ നിവർത്തിച്ചത്. ദൈവത്തെ ആദാമിനോട് ക്ഷമിക്കാൻ മേലായിരുന്നോ? ആദാം എത്രയോ കരുണസമ്പന്നായ ദൈവത്തിന് ഒരു മനുഷ്യനോട് അങ്ങ് ക്ഷമിച്ച ആദാമേ പോട്ടെ, ഇനി മേൽ തെറ്റ് ചെയ്യല്ലേ, നിന്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ അതിൽ കഠിനമായ ശിക്ഷ നരകമാണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നേ? ആദാമിനെ മനസ്സിലാ, ദൈവം ക്ഷമിക്കുന്നവനാ, അടുത്ത പ്രാവശ്യം കൂടി ചെയ്താൽ ദൈവം ക്ഷമിക്കും. അമ്മച്ചിമാർക്കും ക്ഷമ അങ്ങനെ തോന്നും. ഇന്ന് അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. അതിന് പറയും ഇമ്പ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോബോധം. ഇത് കടന്നു വന്നാൽ പിന്നെ ഒരു രാജ്യവും നിലനിൽക്കുകയില്ല. ഒരു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുകയില്ല. ഇങ്ങനെയല്ലോ റൗഡികൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തത്. സഭാപ്രസംഗത്തിൽ ഒരു വാക്യമുണ്ട്, തെറ്റിനുള്ള ശിക്ഷ തത്സമയം ലഭിക്കായതുകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. മനുഷ്യന്റെ സ്വഭാവം അതാണ്. അപ്പോൾ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെന്ന് പറഞ്ഞാൽ നിന്നിൽ കരുണ ചെയ്യുവാനുള്ള ഒരു ഗ്രേസ് ദൈവം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് ഇല്ലാത്തവന് നിന്നിൽ തന്നിരിക്കുന്ന ആ കരുണ ചെയ്യുവാനുള്ള വരം കൊണ്ട് നീ നേരെ ഓപ്പോസിറ്റ് ഉള്ളവന് നീ ശുശ്രൂഷിക്കുമ്പോൾ, അതായത് ശത്രുവായി നിൽക്കുന്ന ദൈവരാജ്യത്തിന് എഗൈൻസ്റ്റായിട്ട് നിൽക്കുക, ചർച്ചിന്റെ മറ്റു അവയവങ്ങൾക്ക് എഗൈൻസ്റ്റായിട്ട് നിൽക്കുന്നവനോട് കരുണ കാണിക്കണമെങ്കിൽ അവന്റെ മേലുള്ള ശിക്ഷ ഏറ്റെടുക്കാൻ നീ തയ്യാറാകണം. മനസ്സിലാവുന്നുണ്ടോ? അത് സന്തോഷത്തോടെ, ചീർഫുൾനെസ് വിത്ത് ഗ്ലീ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാ. ഇത് കഠിന ഉപദേശമാണെന്ന് പറയും. ഇതാ യെശയ്യാപ്രവചനം ദിവസങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം വിവരിക്കുന്നതാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളും ചുമന്നു, അവൻ അകൃത്യം ഒന്നും ചെയ്യാതിരുന്നിട്ടും അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. എന്തിനാ? നിന്നോട് കരുണ കാണിക്കുക. ദൈവം കരുണാസമ്പന്നനാണ്. പക്ഷെ ആ കരുണ റിലീസ് ചെയ്യണമെങ്കിൽ ഡിവൈൻ ജസ്റ്റിസിനെ സാറ്റിസ്ഫാക്ഷൻ വരുത്തണം. പാപിയായി നിന്റെ മേലുള്ള ശിക്ഷ നടപ്പിലാക്കണം. ദൈവം പാപം ക്ഷമിക്കുന്നില്ല. പാപത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത് പുത്രനിൽ. അതാ റോമൻ 2 Corinthians 5:21 പറയുന്നത്, പാപം അറിയാത്തവന് നാം അവനിൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത് പാപമാക്കി. ഈ വാക്യത്തിന്റെ അർത്ഥം പല വിശ്വാസികൾക്ക് അറിയില്ല. ക്രിസ്തുവിൽ വസിക്കാത്തോടത്തോളം നിന്റെ മേൽ ശിക്ഷയുണ്ട്, നിത്യമായ മരണം എന്ന ശിക്ഷ. ദൈവത്തിനുള്ള എറ്റേണൽ സെപ്പറേഷൻ അത് എക്സിക്യൂട്ട് ചെയ്തത് നരകത്തിൽ കത്തുന്ന തീപ്പൊയ്ക്കകത്ത്. സേറ്റാനും എതിർ ക്രിസ്തുവും അവരുടെ കള്ളപ്രവാചനും സേത്താന്റെ ദൂതന്മാരും പോകുന്ന സ്ഥാനത്ത്. അപ്പോൾ നിനക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഈ ഗ്രേസ് മറ്റുള്ളവരോട് ചെയ്യണമെങ്കിൽ, മറ്റുള്ളവർ ഉപകാരമായി നിൽക്കണമെങ്കിൽ, ചർച്ചിനകത്തുള്ള കാര്യമാണ് പറയുന്നത്, യു മസ്റ്റ് ഡു ഇറ്റ് വിത്ത് cheerfulness, സന്തോഷത്തോടുകൂടെ, അത്യധിക ഉത്സാഹത്തോടുകൂടെ. അതാണ് ക്രൂശിനെ കുറിച്ച് കൊണ്ട് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന പ്രതിഫലം ഓർത്തുകൊണ്ട്. എന്ത് പ്രതിഫലമാ? അവൻ മഹാദൈവമായിരുന്നു, അല്ലയോ? അവൻ സൃഷ്ടിതാവ് തന്നെയായിരുന്നു, അവന് വിശുദ്ധൻ തന്നെയായിരുന്നു. തന്നെത്താനെ ഒഴിച്ചു വെച്ച്, ദൈവത്തെ ദൈവമാക്കുന്ന അവസ്ഥയെ തന്നെത്താൻ ഒഴിച്ചു വെച്ചിട്ടാണ് ദാസരൂപമെടുത്തത്, മനുഷ്യ സദൃശ്യത്തിലായത്. അതൊക്കെ അവന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്, പിതാവ് എനിക്ക് ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ എടുക്കണമേ. പുതുതായിട്ടൊന്നും നേടുകയല്ലേ ചെയ്തത്. പുതുതായിട്ട് നേടി തന്ന സേറ്റാന്റെ കയ്യിലുള്ള അധികാരത്തെ തിരിച്ചു പിടിച്ചു.
മനുഷ്യന്റെ കൈ നൽകിയിരുന്നത്. പണ്ട് നല്ല കെരൂബായിരുന്ന കെരൂബിന് മേൽ കൊടുത്തിരുന്ന അധികാരം, അതിനുശേഷം ഭൂമിയുടെ മേൽ മനുഷ്യൻ നൽകിയിരുന്ന അധികാരം, ഈ രണ്ട് അധികാരങ്ങളും സൃഷ്ടികളെ പരിശോധിക്കാതൊക്കെ വേണം ദൈവം സൃഷ്ടിച്ച സേറ്റാൻ അവരെ പരിശോധിക്കുന്ന സമയത്ത് പിടിച്ചെടുത്തു. വാസ്തവത്തിൽ പറഞ്ഞാൽ ദൈവം കൊടുത്തിരുന്ന സത്യത്തെ ഒരു കള്ളത്തിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തു. ഏതും തോട്ടത്തിൽ സംഭവിച്ചതല്ലയോ? തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിന്നാം, എന്നാൽ നന്മ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന സത്യത്തിന് പകരമായി ഒരു കള്ളത്തെ കൊണ്ട് സേറ്റാനവൻ ഒരു കള്ളത്തെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അവന്റെ മേലുണ്ടായിരുന്ന അധികാരം മുഴുവനും പിടിച്ചെടുത്തു. ഇതിനെ വീണ്ടെടുക്കുവാനാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്. അത് തിരിച്ചെടുത്തു. എന്നിട്ട് മനുഷ്യനോട് പറയാം, മനുഷ്യ, ഈ ഭൂമിയുടെ അവകാശം നിനക്കുള്ളതാണ്, നീ ഭരിക്കണം. അതാണ് എഫെസ്യ ലേഖനം 1:19-23 വാക്യങ്ങൾ പറഞ്ഞത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിലും അത്യന്തം ഉയർത്തുകയും സകലത്തെ അവന് കാൽക്കീഴാക്കി വെച്ച് സർവത്തിനും ഇത് തലയാക്കി സകലത്തെ നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവന്റെ ശരീരമാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. നമ്മളവര് ഇതിനകത്ത് ശുശ്രൂഷ പറയുന്നത്. ഇത് നിങ്ങൾ പെന്തിക്കോസ്ത് കോളത്തിൽ നോക്കി കാണാൻ പറ്റില്ല. പെന്തിക്കോസ്ത് പുറത്തുള്ളവർ നോക്കിയാൽ ഇതാണോ പെന്തിക്കോസ് എന്ന് പറഞ്ഞ് പുച്ഛിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞ വാക്ക് മാറിയില്ല, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പൊ ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അവനുണ്ടായിരുന്ന ഒരു കാര്യമല്ല. ഈ കരുണ, ദൈവത്തിന്റെ മഹാകരുണ, ദ്രോഹികളും ശത്രുക്കളുമായി നമ്മുടെ മേൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയ്ക്കുന്നത് ഒരു അറ്റോൺമെന്റ് എന്ന കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ക്രൂശിനെ വഹിച്ചുകൊണ്ട് പോകുന്ന അവന്റെ മുമ്പിലുള്ള ടാസ്ക്. ദൈവഹിതം ചെയ്യണം, ദൈവഹിതം ചെയ്യണം. ആ സന്തോഷത്തിലാണ് ക്രൂശിനെ സഹിച്ചത്. അപ്പോൾ നീ മറ്റവനോട് കരുണ ചെയ്യണമെങ്കിൽ നിന്നിൽ ഇത് സന്തോഷത്തോടെ ഉണ്ടായിരിക്കണം. തന്റെ മുമ്പിൽ വെച്ചിരുന്ന പ്രതിഫലം ഓർത്തുകൊണ്ട് ക്രൂശിനെ സഹിച്ചു, നിന്നെ അപമാനങ്ങളെ അലക്ഷ്യമാക്കി. അപ്പൊ ഇത് ചെയ്യാൻ പോകുന്ന സമയത്ത് അപമാനങ്ങൾ ഉണ്ടാവാം. നിന്നെ ഭ്രാന്തൻ എന്നാ വിളിക്കുക. ചുറ്റുപാട് ലോകക്കാർ മുഴുവനും, ലോകത്തിന്റെ ആത്മാവുള്ള പെന്തിക്കോസ്തുകാരൻ നിന്നെ പരിഹസിക്കും. ഞാൻ പറഞ്ഞില്ല, ലോകത്തിന്റെ ആത്മാവുള്ളവരായ പെന്തിക്കോസ്തുകാരൻ. സ്തോത്രം. ഇങ്ങനത്തെ വ്യാജ്യങ്ങൾ വേണ്ട എത്രയുണ്ട്. സ്തോത്രം. ആയിരക്കണക്കിനുള്ളത് കൊണ്ട് അതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ തീരുകയില്ല. അപ്പോൾ ഒരു വ്യക്തിയോട് നീ കരുണ ചെയ്യുന്നുണ്ടെങ്കിൽ പിറുപിറുത്ത് കൊണ്ടല്ല. അവനത് തെറ്റു ചെയ്തു, അവൻ്റെ മേൽ ശിക്ഷയുണ്ട്, അത് അവൻ്റെ ദോഷമാ, അവൻ പണ്ടേ അങ്ങനെയാണ്, എത്ര പറഞ്ഞ് ഗുണപ്പെടുകയില്ല. നീ എങ്ങനെയായിരുന്നു? ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിനെ ധ്യാനിച്ച് നോക്കുക. ഞാൻ എങ്ങനെയായിരുന്നു? എന്നോട് കരുണ കാണിച്ചത് എൻ്റെ മെറിറ്റ് കൊണ്ടാണോ? എവിടെയെങ്കിലും നീ ഒരു സിംഗിൾ ഒരു ഫ്രാക്ഷൻ ഓഫ് മെറിറ്റ് നീ അവകാശപ്പെടുന്നെങ്കിൽ യു ആർ ഔട്ട്. യു ആർ നോട്ട് ഇൻ ദ വേ ഓഫ് സാൽവേഷൻ. അൺമെറിറ്റഡ് ഫേവറാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അൺമെറിറ്റഡ് ഫേവർ. ലോർഡ് കർത്താവേ കൃപ മതി. പോളിനോട് പറഞ്ഞതല്ലയോ, എൻ്റെ ബലഹീനത കവിഞ്ഞു വരുന്ന എൻ്റെ കൃപ മതി. സ്തോത്രം. നമ്മുടെ ബലഹീനത നമുക്ക് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവ്. അതിനെ അക്നോളജ് ചെയ്യുക. ആ ടെസ്റ്റ് ഇത് പറയും, പക്ഷെ കാര്യത്തോട് നടക്കുമ്പോൾ സ്ലിപ്പാകരുത്. അപ്പോൾ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടുകൂടെ. മറ്റൊരുത്തിന് അതില്ല, അവനെ ചർച്ചിനകത്ത് അല്ലെങ്കിൽ ആ ശരീരത്തിലോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അവന് കരുണ കാണിക്കേണ്ട ആവശ്യകതയുണ്ട്. നീ അവനോട് കരുണ കാണിക്കുകയാണെങ്കിൽ നിന്നെ തന്നെ സൂക്ഷിക്കണം. ഗലാത്യ ലേഖനം 6:1 പറയുന്നത് പോലെ, ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ, ദോസ് ഹു ആർ കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആത്മാവ് അളന്ന് തരുന്ന പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നീ അവനോട് കരുണ കാണിക്കുക. അത് വിട്ടുകൊണ്ട് കരുണ കാണിക്കില്ല. അത് വിട്ട് കരുണ കാണിക്കാൻ പോയാൽ നീ വീഴും. ഇത് പെന്തിക്കോസ്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ കാര്യം ഏതാ? ദൈവനീതിക്ക് തൃപ്തി വരുത്താതെ ആരോട് കരുണ കാണിക്കാൻ പോയാലും ഔട്ട്. പറയാൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലേ? നാളെ പറയും ഞാൻ ആരോടൊന്നും ചെയ്യുന്നില്ല. കരുണ, ദൈവത്തിൻ്റെ കരുണ നിന്നിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ നീ കുറച്ച് കാര്യങ്ങൾ സഹിച്ചത് സന്തോഷത്തോടെ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ മരണം ഏറ്റെടുക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ രോഗം ഏറ്റെടുക്കേണ്ടി വരും, അവിടെ നിന്ദയിൽ ഏറ്റെടുക്കേണ്ടി വരും, അവരുടെ കഷ്ടത്തിൽ അവരോടുകൂടെ കഷ്ടം സഹിക്കേണ്ടി വരും.
അവരുടെ സന്തോഷത്തിൽ അവരുടെ കൂടെ സന്തോഷം പങ്കിടുവാനും കേക്ക് തിന്നാനോ അല്ലെങ്കിൽ ഐസ്ക്രീം തിന്നാനൊക്കെ മിടുക്കായിരിക്കും. പക്ഷേ അവരുടെ കഷ്ടത്തിൽ അവരോടുകൂടെ പങ്കിടുന്നത്, അതാണ് കരുണ ചെയ്യുക. ഇത് ചർച്ചിനകത്ത കാര്യമാണ്. പുറമെ ജാതികൾക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്, പാവപ്പെട്ടവനെ ധനം കൊടുത്ത് സഹായിക്കുന്നതൊന്നുമല്ല. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ നല്ല പ്രവൃത്തികൾ വരുന്നതാണ്. അത് പിന്നീട് നമ്മൾ ചിന്തിക്കും. സ്തോത്രം. അപ്പോൾ നിത്യം ചർച്ചിനകത്ത് കൊടുക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. കരുണ ചെയ്തവൻ പ്രസന്നതയോടെ ആകട്ടെ. അടുത്തൊരു കാര്യം പറയുമ്പോൾ ഇതിലൊന്നും കൂടിയും എസ്റ്റാബ്ലിഷ് ചെയ്യും. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഇത് ചെയ്യുവാനുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അഗാപ്പെ ലവ് വേണം. ക്രൂശിൽ പ്രദർശിപ്പിച്ച അഗാപ്പെ ലവ്. ആരെ സ്നേഹിക്കുന്നുവോ അവന് ഏതാണ് ബെനിഫിറ്റ് എന്ന് കണ്ടുകൊണ്ട് അത് ചെയ്തു കൊടുക്കുക. പാപികളെ ദോഷികളെ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് നിത്യ യുഗങ്ങൾ കോടി കോടി വർഷങ്ങൾ കെടാത്ത തീയിൽ വെന്തെരിയേണ്ടവരായി നമുക്ക് പകരമായി തൻ്റെ പുത്രൻ അല്പസമയം പാതാളത്തിൽ പോയി വെന്തെരിയുന്നത് നല്ലതെന്ന് കണ്ടതിനെയാണ് അഗാപ്പെ ലവ് അല്ലെങ്കിൽ ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ഇത് ലഭിക്കണമെങ്കിൽ തിമോത്തിയെതിരെ ലേഖനം 1-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 തിമോത്തി 1:5 1 തിമോത്തി നിങ്ങൾ എടുത്തോളൂ, ബൈബിൾ എടുത്തിട്ടുള്ളവര്. 1 തിമോത്തി 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം 4 കൂടെ ചെന്ന് വായിക്കുകയാണ്. നീ എഫേസുസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാൽവേഷന് 3-5 കണ്ടീഷനിൽ ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് നിർവ്യാജ വിശ്വാസമായിരിക്കണം. ഇന്ന് കാത്തലിസിനകത്തോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭകൾക്കകത്തോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഈ പേപ്പർ സമുദായങ്ങളിൽ പെട്ടതോ ഇത്തരം ഡിനോമിനേഷൻ ലവ് ഉള്ളവരിൽ നിർവ്യാജ വിശ്വാസമല്ല. ഈവൻ ഹിസ്റ്റോറിക്കൽ നോളജുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ നോളജുള്ള വിശ്വാസം, ആ വിശ്വാസം നിന്നിലേക്ക് പകരപ്പെടാത്തോളം, ജീവനായി വ്യാപരിക്കാത്തോളം അത് നോളജ് മാത്രമേ ആകുന്നുള്ളൂ. അത് നിർവ്യാജ വിശ്വാസമാണ്. അതിനാൽ ഉളവാകുന്ന സ്നേഹം കാര്യമില്ല. അപ്പൊ ശുദ്ധ ഹൃദയം എങ്ങനെ ലഭിക്കുന്നത്? കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മുടെ മനസ്സാക്ഷിയെ ക്ലീൻ ചെയ്യുക. എബ്രായലേഖനം 9:14 വാക്യം തുടങ്ങി വായിച്ചോളൂ. നല്ല മനസ്സാക്ഷി, അവിടെയാണ് നല്ല മനസ്സാക്ഷി എങ്ങനെ ഉളവാകുന്ന 9:14 എഴുതിയിരിക്കുന്നത് ഹീബ്രോ. നിർവ്യാജ വിശ്വാസം, ഇതിൽ നിന്നും ഉളവാകുന്ന സ്നേഹം. ഇതില്ലാതെ ഉളവാകുന്ന സ്നേഹമെല്ലാം വ്യാജമാണ്. ഇന്ന് കാത്തലിസത്തിന് വലിയ സ്നേഹമാണ്. ദൈവവചനം ഒരു 10-30 കൊല്ലം മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പൊ അല്പമായിട്ട് ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്നേഹമാണ്. സ്നേഹം മാത്രം മതി എന്നാ പറയുന്നത്. മറ്റൊന്നും വേണ്ട, സ്നേഹം മതി. സ്നേഹത്തിൽ സകല നിറവുണ്ട്. നിന്റെ വിശ്വാസം ശരിയല്ലെങ്കിൽ അതിനെ കൂടെ ഉളവായിരിക്കുന്ന സ്നേഹം സേറ്റാനിക്കാണ്. അത് പെന്തിക്കോസ്റ്റിലായാലും കത്തോലിക്കലായാലും ഓർത്തഡോക്സിലായാലും മാർത്തോമയിലും ഏത് മതവിഭാഗങ്ങളിലായിരുന്നാലും ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകുകയില്ല. പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ് ഇതൊക്കെയും. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അതാ പറഞ്ഞ സ്നേഹം. നമ്മൾ റോമാലേഖനത്തിൽ പറഞ്ഞത് എന്താണ്? സ്തോത്രം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. എവിടെയാ? ചർച്ചിനകത്തുള്ള കാര്യമാണ് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാ. ക്രൂശിൽ പ്രദർശിപ്പിച്ചതുപോലെ സ്നേഹം. എനിക്ക് അനേക കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടാകും. ആ സമയത്തായിരിക്കും നിന്നോടുകൂടെ കർത്തൃമേശ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നെസസിറ്റി ഡെവലപ്പ് ആയിരിക്കുന്നത്. ഒരു പക്ഷേ അവർ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിരിക്കും അവർ നടക്കുന്നത്. പക്ഷെ നിന്നിൽ ദൈവ സ്നേഹമുണ്ടെങ്കിൽ, നീ അവരെ സ്നേഹിക്കുന്നു പറയുന്നെങ്കിൽ, അവർക്ക് ഏതാണ് ബെനിഫിറ്റ് എന്ന് കണ്ടുകൊണ്ട് അതേ സമയത്ത് നിന്റെ രക്ഷയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീ അവരെ ശുശ്രൂഷിക്കാനുള്ള ശുശ്രൂഷയാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇതാ ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. കുറച്ച് ഹാർഡാണ് അല്ലേ? ഇത് കഠിന വാക്കെന്ന് പറഞ്ഞുകൊണ്ട് ആരും പോകണ്ട. കാരണം നിന്നാൽ ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സകലത് സാധ്യമാണ്. കൃപയ്ക്ക് വേണ്ടി ചോദിക്കുക, ലോർഡ് ബിൽഡ് മീ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അത് കളിമണ്ണായിരിക്കുന്ന സമയത്ത് കുശവന് വേണം ഏത് ഷേപ്പിലും വേണമെങ്കിൽ പണിയാം.
ആ ചക്രത്തുമേ വെച്ചൊന്ന് കറക്കിയിട്ട് ആ കൈ കൊണ്ട് ഏത് ഷേപ്പും വേണേൽ പണിതെടുക്കാം. എന്നാൽ ചക്രത്തുമേൽ നിന്ന് മാറ്റിയിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓട്ട് നുറുക്ക്, പിന്നെ കളിമണ്ണെന്നല്ല പറയുക, അതിനെ ഓട്ട് നുറുക്കെന്നാണ് പറയുക, ഉടച്ച് കളയാനേ പറ്റുള്ളൂ. അനേക ഉപദേശങ്ങളും വാക്യങ്ങളുണ്ട്. ദൈവം നമ്മളെ വചനങ്ങളാൽ ബലപ്പെടുത്താട്ടെ, ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നെറ്റിലുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ കരുണയ്ക്കായ സ്തോത്രം. ഈ വക ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കുക കർത്താവേ. നിന്നെ കൂടാതെ ഇത് സാധ്യമല്ല. ലോകത്തെ ജയിച്ചവനായി നീ, മരണത്തെ ജയിച്ചവനായി നീ, സൈത്താനെ ജയിച്ചവനായി നീ, പാതാളത്തെ ജയിച്ചവനായി നീ, പാപം ഒഴികെ ഞങ്ങൾക്ക് തുല്യമായ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി നീ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് നിന്റെ പ്രവൃത്തി ചെയ്തെടുത്താട്ടെ. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവ്, ദൈവവിധം ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തർ ഒരുക്കയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ബോർഡറിൽ കടന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ മേൽ ഭൂരാജക്കന്മാർക്ക് അധിപതിയായി നിന്റെ നാമം മഹത്വപ്പെടുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.